2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുമ്പോൾ വയനാട് ജില്ലയിൽ ആർക്കാവും മുൻതൂക്കം എന്ന ചർച്ച ശക്തമാവുകയാണ്. 3 നിയമസഭാ മണ്ഡലങ്ങളാണ് വയനാട് ജില്ലയിലുള്ളത്: മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ. കഴിഞ്ഞ നിയമസഭാ ഫലങ്ങളും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആ ഒരു ഫലങ്ങളും വിലയിരുത്തിയാൽ വയനാട് ജില്ലയിൽ UDFന് വ്യക്തമായ മുൻതൂക്കം ഉണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പൊതുവായി വിലയിരുത്തുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ജില്ലയിൽ 3 മണ്ഡലങ്ങളിൽ 2 സീറ്റുകൾ UDFൻ്റെ കയ്യിലാണ്. സുൽത്താൻ ബത്തേരിയും അതുപോലെ തന്നെ കൽപ്പറ്റയിലും UDF സ്ഥാനാർത്ഥികൾ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചപ്പോൾ മാനന്തവാടിയിൽ മാത്രമാണ് LDFന് വിജയം നേടാൻ സാധിച്ചത്. ഏതാണ്ട് 9,000-ഓളം വോട്ടുകൾക്കാണ് മാനന്തവാടിയിൽ OR കേളു അദ്ദേഹം വിജയിച്ചത്. മാനന്തവാടി കഴിഞ്ഞ തവണ കൈവിട്ടെങ്കിലും നിലവിൽ വയനാട് ജില്ലയിൽ UDFൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്ക് ശക്തമാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 5 വർഷത്തെ LDF ഭരണകാലത്ത് ജില്ലയിൽ ജനങ്ങൾ നേരിട്ട പ്രശ്നങ്ങളും അവഗണനകളും UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ കർഷക പ്രശ്നങ്ങൾ, വന്യജീവി ആക്രമണങ്ങൾ, ടൂറിസം മേഖലയുടെ തകർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ ഇടത് സർക്കാരിൻ്റെ സമീപനം വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. സർക്കാർ പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിലും ഭൂതലത്തിൽ ജനങ്ങൾക്ക് അനുഭവപ്പെട്ട മാറ്റം വളരെ കുറവായിരുന്നുവെന്ന പരാതിയാണ് ഇവിടെ ശക്തമായി വരുന്നത്. UDFൻ്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ മണ്ഡലത്തിൽ സജീവമായി ഇടപെട്ടതും ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭക്കകത്തും അതുപോലെ തന്നെ മറ്റ് പൊതുവേദികളിലും ഉയർത്തിയതും UDFന് അനുകൂലമായ ഒരു അന്തരീക്ഷം അവിടെ ഉറപ്പിക്കുന്നുണ്ട്. IC ബാലകൃഷ്ണനായിരുന്നു UDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത്. അദ്ദേഹം തന്നെ അവിടെ തുടരുവാൻ തന്നെയാണ് സാധ്യതയും. എന്തായാലും 2000 മുതൽ ഏതാണ്ട് 6000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നതാണ് UDFൻ്റെ കണക്കുകൂട്ടൽ. മറ്റൊരു മണ്ഡലമായ കൽപ്പറ്റ മണ്ഡലത്തിനും സമാനമായ അവസ്ഥയാണുള്ളത്. നഗരവികസനം, റോഡ് ശൃംഖല, കുടിവെള്ളം, ആരോഗ്യ സംവിധാനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഇടത് സർക്കാർ അമ്പയെ പരാജയപ്പെട്ടുവെന്ന ആരോപണം മണ്ഡലത്തിൽ ശക്തമാണ്. വാഗ്ദാനങ്ങൾ മാത്രമായി പല പദ്ധതികളും ഒതുങ്ങിയതോടെ ജനങ്ങൾ അസംതൃപ്തരാണ്. ഈ സാഹചര്യത്തിലാണ് UDFൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൂടുതൽ സ്വീകാര്യമായത്. T സിദ്ദിഖ് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു MLA ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെയാവും UDFൻ്റെ സ്ഥാനാർത്ഥിയായി കൽപ്പറ്റയിൽ വരുന്നത്. ഇവിടെ ഏതാണ്ട് 5000-നും 10,000-നും ഇടയിലുള്ള വോട്ടുകൾക്ക് UDF വിജയം ഉറപ്പാക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കൽപ്പറ്റ. മൂന്നാമത്തെ മണ്ഡലമായ LDFൻ്റെ കൈവശമുള്ള മാനന്തവാടി മണ്ഡലത്തിൽ LDF വിജയം നേടിയിരുന്നുവെങ്കിലും അവിടെയും ഭരണവിരുദ്ധ വികാരം ശക്തമാണ് എന്നുള്ള രാഷ്ട്രീയ സൂചനകൾ നിലവിലുണ്ട്. ആദിവാസി മേഖലകളിലെ വികസനക്കുറവ്, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ അപാകതകൾ, തൊഴിലില്ലായ്മ തുടങ്ങിയ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ സർക്കാർ പരിഹരിക്കുവാൻ പരാജയപ്പെട്ടു എന്നുള്ള ആരോപണം അവിടെ വ്യാപകമാണ്. ഇത് 2026 മാനന്തവാടി മണ്ഡലത്തിലും മത്സരം കടുപ്പിക്കുമെന്നതാണ് UDF വൃത്തങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മാനന്തവാടിയിൽ ഇടതുമുന്നണി പുറകോട്ട് പോയിട്ടുണ്ട്. 12,000 വോട്ടുകൾക്കാണ് ഇവിടെ UDF മുന്നിട്ട് നിന്നത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നതാണ് കരുതുന്നത്. ഏതാണ്ട് 3000 മുതൽ 8000 വരെയുള്ള വോട്ടുകൾക്ക് മാനന്തവാടി UDF പിടിച്ചെടുക്കുമെന്നതാണ് ഇപ്പോഴത്തെ സൂചനകൾ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ UDF നേടിയ വലിയൊരു വിജയം ജില്ലയിലെ രാഷ്ട്രീയ പ്രവണതകൾക്ക് ദിശാബോധം നൽകുന്നതായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ വിജയം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന UDFന് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതാണ്. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളും UDFന് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഒരുക്കുന്നത്. പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും UDFൻ്റെ സാന്നിധ്യം ശക്തമായതോടെ ജില്ലയിൽ ഇടതുമുന്നണിയുടെ അടിത്തറ ദുർബലമാകുന്നതായാണ് സൂചനകൾ. വികസന പ്രവർത്തനങ്ങളിലെ മന്ദഗതിയും ഭരണ സംവിധാനങ്ങളിലെ അഴിമതി ആരോപണങ്ങളും LDFൻ്റെ വിശ്വാസ്യതയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. NDA സഖ്യത്തിന് വയനാട് ജില്ലയിൽ കാര്യമായ സ്വാധീനം സൃഷ്ടിക്കുവാൻ ഇതുവരെയായും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ മത്സരം പ്രധാനമായും UDFും LDFും തമ്മിലാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ വയനാട് ജില്ലയിൽ UDF 2 സീറ്റുകളിൽ ശക്തമായ മുൻതൂക്കം നിലനിർത്തുന്നുവെന്നും മൂന്നാമത്തെ സീറ്റായ മാനന്തവാടിയിൽ മത്സരം UDFന് അനുകൂലമാക്കി മാറ്റുവാൻ സാധ്യതയുണ്ട് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.
കഴിഞ്ഞ 5 വർഷത്തെ ഇടത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള ജനങ്ങളുടെ നിരാശയും UDFിൻ്റെ സജീവ രാഷ്ട്രീയ ഇടപെടലുകളും ചേർന്നാൽ വയനാട് ജില്ല 2026-ൽ UDFിൻ്റെ ശക്തി കേന്ദ്രമായി മാറുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല.